ഹലോ ഫ്രണ്ട്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 650 വേക്കൻസി. മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ്സ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഒരു ഗ്രാജുവേറ്റ്സിന്റെ ഒരു ഡ്രീം പോസ്റ്റിംഗ് ആയിരിക്കും റിസർവ് ബാങ്കിൽ കിട്ടുന്ന ഒരു ജോലി. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ എപ്പോഴും മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമാണ്, സാധാരണ സംസ്ഥാന ക്യാപിറ്റലുകളിൽ മാത്രമാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് സർവീസ് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആകെ വേക്കൻസി 650 ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ്സ് ഇൻ എനി ഡിസിപ്ലിൻ, പക്ഷെ നിങ്ങൾക്ക് കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST വിഭാഗക്കാർക്ക് ഈ 50% കട്ട് ഓഫ് ഇല്ല. നിങ്ങളുടെ പ്രായം 28 വയസ്സിൽ താഴെ ആയിരിക്കണമെന്ന് കണ്ടീഷൻ പറയുന്നുണ്ട്. 2 ടയർ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും. പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷും ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങും വരും. മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ ഇതിനോടൊപ്പം ജനറൽ അവയർനെസ്സും കമ്പ്യൂട്ടർ അവയർനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രിലിമിനറി എക്സാമിനേഷന്റെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് ഏപ്രിൽ മാസത്തിലാണ്. മെയിൻ എക്സാമിനേഷൻ അതിൽ നിന്നും പാസ്സാകുന്നവരെ സ്ക്രീൻ ചെയ്തിട്ട് ഏതാണ്ട് ജൂൺ മാസത്തിൽ നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കും. അപേക്ഷിക്കേണ്ട അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8 ആണ്. എക്സാമിനേഷൻ നടത്തുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും നിങ്ങൾക്ക് കേന്ദ്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ അവിടെ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ നിങ്ങൾക്ക് കേന്ദ്രങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ ഗവൺമെന്റ് സർവീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ജോലി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു ജോലി കൂടിയാണെന്നുള്ളത് ഓർക്കുക. കഴിഞ്ഞ ഒരു വർഷമെങ്കിലും ഗവൺമെന്റ് സെക്ടറിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2-3 മാസം വളരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാവുന്ന എക്സാമിനേഷനാണ്. ആകെ 650 വേക്കൻസി ആണുള്ളത്. അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8 ആണ്. താങ്ക് യു.